ചരിത്രത്തിൻ്റെ വീഥികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അധികാര രാഷ്ട്രീയ സമരങ്ങളെയാണ്. പടയോട്ടങ്ങളും വെട്ടിപ്പിടിക്കലും കീഴടങ്ങലും ഇവയിൽ കാണാൻ കഴിയും. ഇവയിൽ പലതും ഏകപക്ഷീയവും വിജയപക്ഷത്ത് മാത്രം നിൽക്കുന്നവയുമാണ്. കേരളത്തിൻ്റെ ചരിത്രവും അധികാര സമരങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവും ഇത്തരത്തിൽ പ്രസക്തമാവും. തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്കാണ്. 18-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്ന ആ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മയും എട്ടുവീട്ടിൽ പിള്ളമാരും തമ്മിലുള്ള യുദ്ധവും വൈദേശിക ആക്രമണങ്ങളും മഹാരാജാവിൻ്റെ വെട്ടിപ്പിടിക്കലുമെല്ലാം നിറയുന്നു. ഒടുവിൽ ഉടവാൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പത്മനാഭദാസനായി കളങ്കശുദ്ധി വരുത്താൻ ശ്രമിക്കുന്നത് മുതൽ ആധുനിക തിരുവിതാംകൂർ നിലവിൽ വന്നു. തുടർന്നുള്ള വൈദേശിക ആക്രമണങ്ങൾക്കും ടിപ്പുവിൻ്റെ സമരങ്ങൾക്കും ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചു. തുടർന്ന് 2 നൂറ്റാണ്ടിലധികം കഴിഞ്ഞ് രാജവാഴ്ചയ്ക്കുമേൽ ജനാധിപത്യം വന്നതും നമ്മൾ വായിച്ചും പറഞ്ഞും അറിയുന്നു. 1940കളിൽ സജീവമാകുന്ന രാജാധിപത്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ വില്ലനായി മാറുകയും അതിലൂടെ കേരള രാഷ്ട്രീയത്തിലും വിശിഷ്യ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലും ഏറ്റവും തരംതാഴ്ത്തപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് സർ CP രാമസ്വാമി അയ്യരുടേത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാവുന്നു: തൽപര കക്ഷികളുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ വില്ലനായി ചിത്രീകരിക്കപ്പെടുകയായിരുന്നു സർ CP. ധിഷണാശാലിയായ ആ ഭരണാധികാരിയെ ജനാധിപത്യത്തിൻ്റെയും രാജാധിപത്യത്തിൻ്റെയും ഇടയിൽ നിർത്തുകയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. ഭാരതത്തിലെ ഈ രാജാക്കന്മാരെ രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ആ രാജാവിൻ്റെ സക്സസ്, രാജാവിൻ്റെ വിജയം അദ്ദേഹം ചൂസ് ചെയ്യുന്ന മന്ത്രിമാരിൽ അധിഷ്ഠിതമാണ്. എങ്ങനത്തെ മന്ത്രിയാണ് ചൂസ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിൻ്റെ ജന്മയും ജനങ്ങൾക്കുള്ള ക്ഷേമൈശ്വര്യങ്ങളൊക്കെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പം, പ്രത്യേകിച്ചും ആധുനിക തിരുവിതാംകൂറിൻ്റെ മാർത്താണ്ഡവർമ്മയുടെ കാലം തൊട്ട് നോക്കുമ്പോൾ ആ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഏതാണ്ട് പരിപൂർണമായിട്ട് പാലിച്ച മഹാരാജാക്കന്മാരാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെന്ന് കാണാൻ കഴിയും. മാർത്താണ്ഡവർമ്മയുടെ കാലം തൊട്ട് എടുക്കുമ്പോൾ രാമയ്യനുണ്ട്, പിന്നെ ധർമ്മരാജൻ്റെ കാലത്ത് പ്രസിദ്ധനായിട്ടുള്ള രാജാ കേശവദാസൻ, പിന്നീട് ബാലരാമയുടെ കാലത്ത് മാത്രമേ കുറച്ചൊരു പ്രോബ്ലം വന്നെങ്കിലും പ്രഗത്ഭനായിട്ടുള്ള വേലിത്തമ്പി തളവ, പിന്നീട് ഗൗലക്ഷ്മിഭായുടെ കാലത്ത് മൺട്രോ, ഇങ്ങനെ ഒരു വലിയൊരു പരമ്പര തന്നെ നമുക്ക് മന്ത്രിമാരെ പറ്റി പറയാൻ സാധിക്കും. അങ്ങനെ അവസാനത്തെ നാടുവാഴിയുടെ കാലമായപ്പോൾ വന്നൊരു സജീവോത്തമൻ എന്നതിന് പറയുന്ന ആളാണ് സർ CP രാമസ്വാമി അയ്യർ. വളരെയധികം ആദരിക്കപ്പെടുകയും അതേസമയത്ത് തന്നെ വളരെയധികം വിമർശനത്തിനും വിധേയമായിട്ടുള്ളൊരു വ്യക്തിയാണ് സർ CP രാമസ്വാമി അയ്യർ. 1931 ആണ്ട് ഒരു ലീഗൽ അഡ്വൈസറായിട്ടാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ അഡ്വൈസറായിട്ടാണ് സർ CP ട്രാവൻകൂറിൽ വരുന്നത്. 1936 അദ്ദേഹത്തെ ദിവാഞ്ചിയായിട്ട് ഇവിടെ അവരോധിച്ചു. 1947 വരെ 11 കൊല്ലക്കാലം അദ്ദേഹം ഇവിടെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ദിവാഞ്ചിയായിരുന്നു. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ നാനാമുഖമായിട്ടുള്ള പുരോഗതിക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭാവനകൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു മോഡൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മാതൃകാ സംസ്ഥാനമാക്കി അന്നത്തെ കാലത്ത് മാറ്റാൻ എത്രമാത്രം അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് നമുക്ക് നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ്. 1879 നവംബർ 12 തഞ്ചാവൂരിലാണ് CP ജനിക്കുന്നത്. അന്നത്തെ പ്രശസ്ത അഭിഭാഷകൻ പട്ടാഭിരാമയ്യരുടെ പുത്രനായിരുന്നു ഇദ്ദേഹം. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം പേരെടുത്ത രാമസ്വാമി അയ്യർ
തിരുവിതാംകൂറിൽ രാജാവിൻ്റെ ഉപദേശകനായി മാറുന്നത് 1931-ലാണ്. അന്നത്തെ വൈസ്രോയി വില്ലിംഗ്ടൺ പ്രഭുവിൻ്റെ നിർദ്ദേശമായിരുന്നു ഇതിനു പിന്നിൽ. തുടർന്ന് 5 വർഷങ്ങൾക്ക് ശേഷം 1936-ൽ CP ദിവാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഏറ്റെടുത്ത പദവിയോട് നീതിനിഷ്ഠമായി പ്രവർത്തിക്കാൻ CPക്ക് സാധിച്ചു. വിഖ്യാതമായ ക്ഷേത്രപ്രവേശന വിളംബരം, പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി, വ്യവസായവൽക്കരണം, ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ആശുപത്രികൾ, ധർമ്മശാലകൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം CPയുടെ ഭരണത്തിൻ കീഴിൽ സംഭവിച്ച കാര്യങ്ങളാണ്. കൂടാതെ ഇന്ന് കേരള സർവകലാശാല എന്നറിയപ്പെടുന്ന ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിന് പിന്നിലും ഈ കരങ്ങളാണ്. എന്നാൽ അഭിനവ ചരിത്രം അദ്ദേഹത്തെ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയായി മാത്രം ചിത്രീകരിക്കുന്നു. രാജാക്കന്മാരുടെ ചുമതല, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് പറയുന്നത് പോളിസി ഡിസിഷൻസാണ്. ഓരോ രാജ്യം പോകേണ്ടതിനെ കുറിച്ചുള്ള പോളിസികളാണ്. പക്ഷേ ആ പോളിസി അല്ലെങ്കിൽ രാജാക്കന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയും. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ദിവാൻജിമാരുടെ മിടുക്കാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് നമുക്ക് 1936-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. 1925-ൽ ചിത്രനാഥ മഹാരാജാവ് ഒരു 10-12 വയസ്സ് പ്രായമുള്ള ആ കാലത്ത് തന്നെയും ഗാന്ധിജി നേരിട്ട് ചോദിച്ചു, അങ്ങ് രാജാവാകുമ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം കൊടുക്കുമോ ചോദിച്ചു. തീർച്ചയായിട്ടും കൊടുക്കുന്ന അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞതിന് ശേഷം സർ CP രാമസ്വാമി വരുമ്പോഴാണ് ആ വിളംബരം പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ആ വിളംബരം പുറപ്പെടുവിച്ചെങ്കിലും അന്നത്തെ കാലത്തെ സാമുദായിക വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ നടത്തിപ്പ്, ഇംപ്ലിമെൻറ്റേഷൻ പല പ്രശ്നങ്ങളും വരാം. പക്ഷെ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി നമ്മൾ കാണുന്നത്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എങ്ങനെയാണോ അത് വിഭാവനം ചെയ്തത്, ആ യാതൊരു പ്രയാസമില്ലാണ്ട് തിരുവിതാംകൂർ സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും യാതൊരു പ്രയാസമില്ലാണ്ട് അത് ഇംപ്ലിമെൻറ്റേഷൻ നടന്നു. പിന്നെ വേറെ അദ്ദേഹം കണ്ടൊരു കാഴ്ചപ്പാട് വ്യവസായവൽക്കരണമാണ്. എത്ര ഫാക്ടറീസാണ് അക്കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ തുടങ്ങിയത് നമുക്ക് കണക്കില്ല. കണക്ക് പറയാൻ ട്രിവാൻഡ്രം തുടങ്ങി കഴിഞ്ഞാൽ റബ്ബർ വർക്ക്സ്, ടൈറ്റാനിയം ഫാക്ടറി, ചാക്കയിലൊരു വലിയൊരു വർക്ക്ഷോപ്പ്, വിജയമോഹിനി മിൽസ്, ഇങ്ങനെ തുടങ്ങി റബ്ബർ വർക്ക്സ്, പിന്നെ കുണ്ട്ര അലുമിനിയം ഇൻഡസ്ട്രീസ്, കുണ്ട്ര ഗ്ലാസ് ഫാക്ടറി, വലിയ പ്രസിദ്ധമായിട്ടുള്ള FACT, പിന്നെ റെയറത്സായി, പിന്നെ ട്രാവൻകൂർ റയോൺസായി, ഇങ്ങനെ എത്ര എന്ന് പറയാൻ നിവൃത്തിയിൽ 10-18ഓളം വ്യവസായശാലകൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരികയും മഹാരാജാവിൻ്റെ പരിപൂർണമായ പിന്തുണയോടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയും തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു എന്താ പറയുക, സംരക്ഷണത്തിനുള്ളൊരു സംവിധാനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിൽ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സർവകലാശാല സ്ഥാപിക്കാനാണെങ്കിലും സ്വാതിനാഥൻ സംഗീത കോളേജ് സ്ഥാപിക്കാനാണെങ്കിലും അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം തീർച്ചയായിട്ടും മഹാരാജാവും സീത പാർവതിഭായ് വളരെ ജീനിയസാണ്. മഹാറാണി എന്ന് പറയുന്ന ചിത്രനാഥ മഹാരാജാവിൻ്റെ അമ്മയെപ്പറ്റി ആൾക്കാർക്കും അറിയാൻ പാടില്ല. പക്ഷേ ഒരു വലിയൊരു പ്രതിഭാധനയായിട്ടുള്ള, വലിയ പണ്ഡിതയായിട്ടുള്ള, വിദുഷിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗധേയം തീരുമാനിച്ചുകൊണ്ടിരുന്നത്. 3 പേർക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരേപോലെ തന്നെ പങ്കുണ്ട്. CPയെ പോലെ ധിഷണാശാലിയായ ഒരു ദിവാന്റെ സാന്നിധ്യം അന്നത്തെ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ആവശ്യമായിരുന്നു. രാജകൽപ്പനകൾ കളങ്കമില്ലാതെ നടപ്പിലാക്കാൻ CP ശ്രമിക്കുകയും ചെയ്തു. അവിടെ ചരിത്രം കണ്ടില്ലെന്ന് നടിച്ച കാര്യങ്ങൾ പലതുണ്ട്. രാജകുടുംബത്തിൻ്റെ അധികാര സ്വാർത്ഥതയും മറ്റും അതിൽ പ്രധാനമാകുന്നു. 1941-ൽ CP മഹാരാജാവിന് നൽകിയ ഒരു കത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിൽ താൻ ദിവാൻ പദം ഒഴിയാനായി ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കൂടാതെ പലപ്പോഴായി തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനായി ഉപദേശിച്ചതിനും തെളിവുകളുണ്ട്. ഇവയെല്ലാം കാലം കണ്ടില്ലെന്ന് നടിച്ചു. പുന്നപ്ര വയലാർ സമരത്തിലെ വില്ലനായും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിന്റെ വക്താവായും മാത്രമാണ് ഇന്ന് CP പൊതുവെ കാണുന്നത്. അമേരിക്കൻ മോഡൽ ഭരണം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച CPക്കെതിരെ ഉയർന്ന അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പ്രസിദ്ധമാണ്. ദിവാൻ പദത്തിലേക്ക് എത്തുന്നതിന് മുൻപ്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉയർന്ന പദവിയിൽ പ്രവർത്തിച്ച CP രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ദേശീയ നേതാക്കന്മാരെ അമ്പരപ്പിച്ചതാണ്. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് 1946 ഡിസംബർ 7 സർ CP ദിവാൻ പദം രാജിവെച്ചു. സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ഊട്ടിയിൽ പോയി താമസമാക്കി. എന്നാൽ മഹാരാജാവിന്റെ ഗൂഢതന്ത്രങ്ങൾക്ക് വിധേയനായി വീണ്ടും അദ്ദേഹം ആ പദവിയിലേക്ക് മടങ്ങിയെത്തി. നമ്മുടെ ഉദകമണ്ഡലം എന്ന് പറയുന്ന ഊട്ടിയിലെ ലൈബ്രറിയുടെ 100ാം വാർഷികമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ വലിയ ഗെയിമായിട്ടത് ആഘോഷിക്കാൻ വേണ്ടി എല്ലാ ഏർപ്പാടാക്കി. അന്ന് കൂടുതലും രാജാക്കന്മാരും പ്രഭുക്കന്മാരും വെള്ളക്കാരും ഒക്കെയാണ് ഊട്ടി പോകുന്നത് അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ എല്ലാം വളരെ പ്രിസൈസാണ്. 4 മണിക്ക് വെച്ചാൽ 4 മണിക്ക് തുടങ്ങിയിരിക്കും. സീറ്റുകളിലെല്ലാം പേരുണ്ടാവും. മഹാരാജാവ് ട്രാവൻകൂർ, ഇന്ന ആൾ പുതുക്കോട്ട രാജാവ് എന്നൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ് മുഖ്യ പ്രഭാഷകനായിട്ട് അവർ തീരുമാനിച്ചിരുന്നത്. അന്ന് രാവിലെ 9 മണി 10 മണിക്ക് ഒരു കമ്പി കിട്ടുന്നു. മദ്രാസ് വരെ അദ്ദേഹം എത്തി. പക്ഷേ അതിന് തീരെ സുഖമില്ലാണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞൊരു കമ്പി 9 മണിക്കാണ് കിട്ടുന്നത്. ഈ ടെലിഗ്രാഫൊക്കെ ഇന്നത്തെ പോലെ കിട്ടാനുള്ള താമസം കാരണം മലയല്ലേ. എല്ലാവർക്കും വലിയ പരിഭ്രമമായി. ഇതിൻ്റെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും രാജാക്കന്മാരും മദ്രാസിലെ ഗവർണറൊക്കെ ഇതിനകത്ത് ഇൻവോൾവാണ്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്നായി. പകരം ഇനിയിപ്പോൾ പ്രസംഗത്തിക്ക് ഇതിന് ആരാ കിട്ടുക? അപ്പോൾ പറഞ്ഞ ഒരാൾ വന്ന് സർ CP രാമസ്വാമി ഇവിടെ ഉണ്ട്, അദ്ദേഹം എനിക്ക് ചോദിച്ചു നോക്കാം. അപ്പം സാധാരണ അദ്ദേഹം ഊട്ടി താമസിക്കുമ്പോൾ ഒരു മാസക്കാലം ആക്റ്റീവായിട്ടൊന്നിലും പങ്കെടുക്കാറ് പതിവില്ല. അദ്ദേഹം അവിടെ പോയി വിശ്രമിക്കുകയും വായിക്കാനും എഴുതാനാണ് ആ സമയമൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിനെ ചെന്ന് പറയാൻ വലിയ മടിയായി. എല്ലാവർക്കും അറിയാം ഇക്കാര്യം. എങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ മറ്റ് യാതൊരു പോകുമ്പോഴില്ല, ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഇവരെല്ലാം അവിടെ ഒരു 11:30 മണി ഒക്കെ ആയി. അതിന് മുമ്പ് ചിത്രനാഥ മഹാരാജനെ ചെന്ന് കണ്ടു. കാരണം മഹാരാജാവ് അദ്ദേഹം അവിടെ ഉണ്ട് ആ സമയത്ത്. അദ്ദേഹം പറയുകയാണെങ്കിൽ ഡിവോൺ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെന്ന് പറഞ്ഞത്. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, സർ CPയുടെ പ്രിൻസിപ്പളാണ്, ഇതിനൊക്കെ പോകുന്നില്ല എന്നുള്ളത് പ്രിൻസിപ്പളാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ചെല്ലണം എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം, വിളിച്ച് പറയാം, നിങ്ങൾ കാണാൻ വരണ്ട എന്ന് വിളിച്ച് പറയാം. ബാക്കി തീരുമാനം അദ്ദേഹം തന്നെ ചെയ്യണം. അല്ലാണ്ട് അങ്ങ് പോകണമെന്ന് എന്നെ കൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് ഹിസ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. അത് മതിയെന്ന് പറഞ്ഞിട്ട് ഇവരെ സർ CPയെ കാണാൻ പോകുന്നു. ഒരു 11 മണി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഗതി. അദ്ദേഹം കുറച്ചു നേരമൊക്കെ ആലോചിച്ച് നിന്നിട്ട് അപ്പോൾ ചിത്രനാഥ മഹാരാജനെ കണ്ടേച്ച് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സ്വല്പം ഒന്ന് ആലോചിച്ചതിന് ശേഷം ശരി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിക്കാണ് ഇത് പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ആലോചിക്കണം, ഒരു 12 മണിക്കാണ് സർ CPയുടെയൊക്കെ പറയുന്നത് ഇങ്ങനെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറയുന്നത് 4 മണിക്കാണ്. അദ്ദേഹം കുറച്ച് ആലോചിച്ചിട്ട് വരാമെന്ന് പറയുകയും ചെയ്തു. കൃത്യം 4 മണിക്ക് മീറ്റിങ്ങിന് എല്ലാവരും വന്നു. സ്വാഗത പ്രസംഗം എല്ലാം കഴിഞ്ഞു. 4:30 മണിക്ക് സർ CP രാമസ്വാമി വരെ ഈ മുഖ്യ പ്രഭാഷണം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു. അദ്ദേഹം സംസാരം നടത്തിയപ്പോൾ 6 മണിയായി. 90 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എന്താ സംസാരിച്ചത്? ഭാരതത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ വളർച്ചയും വികസനവും, ദ ഗ്രോത്ത് ഓഫ് ലൈബ്രറീസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പാസ്റ്റ് 100 years. യാതൊരു മുന്നറിയിപ്പോ വേറെ പിന്നെ ഇന്ന പ്രസംഗം ടോപ്പിക്ക് കൊടുത്തൊന്നുമല്ല. വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാതൊരു നോട്ടീസും ഇല്ലാണ്ട് 90 മിനിറ്റ് അദ്ദേഹം സംസാരിച്ച വിഷയം ദ ഗ്രോത്ത് ഓഫ് ലൈബ്രറീസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പാസ്റ്റ് 100 years. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത പോലെ വിജ്ഞാനത്തിൻ്റെ ഓരോരോ കമ്പാർട്ട്മെൻറ്റ്സ് ആലോചിച്ചാൽ മതി. 1946 ജൂൺ 11 തീയതി നടന്ന പത്രസമ്മേളനത്തിൽ ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാവുമ്പോൾ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമാവുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിൽ രാജാവിന് നേരിട്ടേക്കാവുന്ന പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1947 ജൂൺ 25 VJT ഹാളിലെ സമ്മേളനത്തിൽ സ്വതന്ത്ര തിരുവിതാംകൂർ രാജാവ് തന്നെ തീരുമാനിച്ചുറച്ചതാണെന്ന് CP വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾക്ക് വിരാമമിട്ടത് 1947 ജൂലൈ 25 സ്വാതി തിരുനാൾ സംഗീത കോളേജിന് മുന്നിൽ വച്ച് ദിവാനെതിരെ നടന്ന വധശ്രമമാണ്. വധശ്രമത്തിൽ നിന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും അതോടെ രാജാധിപത്യം ജനാധിപത്യത്തിന് വഴിമാറി.
1947 ഓഗസ്റ്റ് 19 CP രാമസ്വാമി അയ്യർ തിരുവനന്തപുരത്തു നിന്നും വിടവാങ്ങി. അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായിരുന്ന ഭക്തവിലാസ മന്ദിരമാണ് ഇന്ന് ആകാശവാണിയുടെ ആസ്ഥാനം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി CPയുടെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവുന്നു. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം തിരുവിതാംകൂറിനായും തിരുവനന്തപുരത്തിനായും മാറ്റിവെച്ച ഈ ചരിത്രപുരുഷന് കാലം നൽകിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? സ്വേച്ഛാധിപതി എന്ന പദവി മാത്രമോ? CPക്കെതിരെ നടന്ന വധശ്രമത്തിന് ഇവിടെ സ്മാരകമുയർന്നു. എന്നാൽ നമ്മുടെ ചരിത്രത്തിലെ ഈ അനിഷേധ്യ സാന്നിധ്യത്തിന് ഒരു പ്രതിമ പോലും ഇവിടെ ഉണ്ടായില്ല. ഇന്ന് തിരുവനന്തപുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ നഗരവീഥികളിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന സ്ഥാപനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് CP രാമസ്വാമി അയ്യർ എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തെയാണ്. ഈ കാലത്തിനു ശേഷം ജനാധിപത്യ ഭരണത്തിന് കീഴിൽ തിരുവനന്തപുരം എത്രമാത്രം മുന്നേറിയെന്ന് ചിന്തിച്ചാൽ മാത്രം മതി CPയുടെ പ്രഭാവം മനസ്സിലാക്കാൻ. ചരിത്രം ഈ ഭരണാധികാരിയെ അവഹേളനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുമ്പോൾ അത് സത്യത്തിന് നേരെയുള്ള